ഈശോയുടെ തിരുഹൃദയം രണ്ട് സൂചനകളാണ് പ്രത്യേകമായിട്ട് തരുന്നത്. ഒന്ന്, ആ തിരുഹൃദയം ആരുടെ ഹൃദയമാണ്? അത് ദൈവത്തിന്റെ ഹൃദയമാണ്. ഈശോയുടെ ഹൃദയം ഐക്യപ്പെട്ടിരിക്കുന്നത്, ഹൈപ്പോസ്റ്റാറ്റിക്കലി യുണൈറ്റഡ് എന്നാണ് അതിനെ ദൈവശാസ്ത്രപരമായിട്ട് പറയുന്നത്. ഈശോയുടെ ഹൃദയം ഐക്യപ്പെട്ടിരിക്കുന്നത്, ഒന്നായിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ഹൃദയവുമായിട്ടാണ്. അതുകൊണ്ട് ഈശോയുടെ ഹൃദയവും പിതാവിന്റെ ഹൃദയവും ഒന്നാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയമാണ്. രണ്ടാമതായിട്ട് ഈ ഹൃദയം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു മനുഷ്യ ഹൃദയമാണ്. മനുഷ്യനായ ഈശോയ്ക്ക് മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹത്തിന്റെ, പൂർണ്ണമായ സ്നേഹത്തിന്റെ, അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, അവസാനമില്ലാത്ത സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് ഈ ഹൃദയം നമ്മുടെ മുൻപിലേക്ക് വെച്ചിട്ട് അത് ജ്വലിക്കുന്ന ഒരു ഹൃദയമായി. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയം ജ്വലിക്കുന്ന ഹൃദയമാണ്. ഇതെന്തിനു വേണ്ടി ജ്വലിക്കുന്ന ഹൃദയമാണ്? ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ്. നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ, ചുട്ടുപൊള്ളുന്ന അഗ്നിജ്വാലകൾ പുറത്തേക്ക് വരുന്നു. അത് ജ്വലിക്കുന്ന ഹൃദയമാണ്. ഇനി അതിന് ചുറ്റും നമ്മൾ, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ഒരു മുൾമുടി നമ്മൾ കാണുന്നുണ്ട്. ഈ മുള്ള് അവന്റെ ഹൃദയത്തിലേക്ക് കുത്തി പിളർന്ന് കയറിക്കൊണ്ടിരിക്കുന്ന മുള്ളുകളാണ്. ആ മുള്ള് കുത്തിക്കയറുമ്പോ ആ ഹൃദയത്തിൽ നിന്ന് ചുടുചോര ചിന്തപ്പെടുന്നുണ്ട്. ഇതെന്തിന്റെ അടയാളമാണ്? നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന, നമ്മോടുള്ള സ്നേഹം കൊണ്ട് മുറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീരുന്ന ഈശോയുടെ ഹൃദയത്തിന്റെ ആ ഓർമ്മപ്പെടുത്തലാണ്.